ഓക്കെ, സോ ഷവോമി അവരുടെ റെഡ്മി നോട്ട് 10 സീരീസിലുള്ള നാലാമത്തെ ഫോൺ ഇന്ന് ലോഞ്ച് ചെയ്തു. അതാണ് റെഡ്മി നോട്ട് 10S. ഇതിന് മുൻപ് ലോഞ്ച് ചെയ്ത 3 ഫോൺസാണ് റെഡ്മി നോട്ട് 10 പ്രോ മാക്സ്, നോട്ട് 10 പ്രോ, പിന്നെ നോട്ട് 10. ഇപ്പോൾ നോട്ട് 10S വന്നിരിക്കുകയാണ്. ബേസിക്കലി നോട്ട് 10 ആണ് വിത്ത് ബെറ്റർ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ പ്രൊസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ബെറ്റർ ക്യാമറ സെറ്റപ്പും വരുന്നുണ്ട്. സോ ഈ റെഡ്മി നോട്ട് 10S ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാൻ അനന്തൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ഇതാണ് റെഡ്മി നോട്ട് 10. ഇതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ് റെഡ്മി നോട്ട് 10S. സോ ഡിസൈൻ എക്സാക്ട്ലി സെയിം ആണ്. ഡിസൈൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഒരു വ്യത്യാസവും ഇല്ല. പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് ഇതിൽ വരുന്നത്, അതിലും എക്സാക്ട്ലി സെയിം പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് ആണ്. തിക്നെസ്സും ഈവൻ വെയിറ്റ് എക്സാക്ട്ലി സെയിം ആണ്. ഏകദേശം 178 ഗ്രാമാണ് റെഡ്മി നോട്ട് 10S വെയിറ്റ്. അതിലും ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് പ്രൂഫ് റേറ്റിംഗ് വരുന്നുണ്ട്, അതായത് IP53 റേറ്റിംഗ് അതിലും വരുന്നുണ്ട്. സോ ഡിസൈൻ ആൻഡ് ബിൽഡ് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി സെയിം ഫോൺസ് ആണ് ഈ രണ്ട് ഫോൺസും. നോട്ട് 10 ആണെങ്കിലും നോട്ട് 10S ആണെങ്കിലും ഈ ഡിസൈൻ തന്നെയാണ് അവിടെയും കിട്ടാൻ പോകുന്നത്. ഡിസ്പ്ലേയിലും വ്യത്യാസമൊന്നുമില്ല, എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആണ്. സോ റെഡ്മി നോട്ട് 10ൽ 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആയിരുന്നു, അതിലും 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. മിനിമം ഒരു 90 ഹെർട്സ് കൊടുക്കാമായിരുന്നു, ഒരു ചെറിയൊരു എഡ്ജ് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് കൊടുക്കാൻ വേണ്ടി 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് കൊടുക്കാമായിരുന്നു. പക്ഷേ കൊടുത്തിട്ടില്ല. സെയിം എക്സാക്ട്ലി ഇതേ ഡിസ്പ്ലേ ആണ്. 6.43 ഇഞ്ചിൻ്റെ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 1100 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. ഫുൾ HD+ റെസൊല്യൂഷൻ ഉണ്ട്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 3ൻ്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. സോ ഡിസ്പ്ലേൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ മിക്കവാറും എക്സാക്ട്ലി ഈ ഒരു ക്വാളിറ്റി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ഫോണിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ബേസിക്കലി ആ സെയിം സംഭവമായിരിക്കും, സെയിം ഫോൺ. ഡിസ്പ്ലേൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എക്സാക്ട്ലി സെയിം ഫോണാണ്. റെഡ്മി നോട്ട് 10 ആണെങ്കിലും നോട്ട് 10S ആണെങ്കിലും. പെർഫോമൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഫസ്റ്റ് ആണ് റാം സ്റ്റോറേജ് വേരിയൻറ്റ്. സോ റെഡ്മി നോട്ട് 10ൽ 4GB 64GB 4GB 128GB ആണ്. നോട്ട് 10Sൽ 6GB 64GB 6GB 128GB റാം സ്റ്റോറേജ് ഓപ്ഷൻസ് ആണ് വരുന്നത്. സോ നോട്ട് 10Sൽ കൂടുതൽ റാം കിട്ടുന്നുണ്ട്. പക്ഷേ റാം ടൈപ്പും സ്റ്റോറേജ് ടൈപ്പ് എക്സാക്ട്ലി സെയിം ആണ്. റാം ടൈപ്പ് LPDDR4X ആണ്. UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. സോ ആ പോയിന്റ് ഓഫ് വ്യൂന്ന് വ്യത്യാസങ്ങളൊന്നുമില്ല. അതിനോടൊപ്പം തന്നെ ഡെഡിക്കേറ്റഡ് ആയ മൈക്രോ SD കാർഡിൻ്റെ സ്ലോട്ടും കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് മേജർ വ്യത്യാസമാണ് ഇതിൻ്റെ പ്രൊസസ്സറിൽ. സോ റെഡ്മി നോട്ട് 10ൽ Qualcomm Snapdragon 662 ആണ് വരുന്നത്. നോട്ട് 10Sൽ നമ്മുടെ MediaTekൻ്റെ helio G95 വരുന്നുണ്ട്. MediaTekൻ്റെ ഒരു മിഡ് റേഞ്ച് ഗെയിമിംഗ് ചിപ്സെറ്റാണ് G95. നല്ല പെർഫോമൻസ് കിട്ടും. ചെറിയ ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെ വരാറുണ്ട്. ഇതിലെങ്ങനെ ആയിരിക്കും എന്ന് എനിക്കറിയില്ല, പക്ഷേ നോർമലി ഹീറ്റിംഗ് ഇഷ്യൂസ് വരാറുണ്ട്. ഇതിൽ ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂ തടയാൻ വേണ്ടി അവർ ഗ്രാഫൈറ്റ് ലെയർ കൂളിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, കൂളിംഗ് സിസ്റ്റം ഒക്കെ കൊടുത്തിട്ടുണ്ട് നോട്ട് 10Sൽ. ഈ റെഡ്മി നോട്ട് 10S ആണ് ഫസ്റ്റ് ഫോൺ ഇൻ ഇന്ത്യ വിത്ത് MIUI 12.5. MIUI 12.5 ചൈനയിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അവിടുത്തെ വെർഷനിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. എക്സാക്ട്ലി അതേ ഫീച്ചേഴ്സ് ഇന്ത്യയിലും വരുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ, ചാൻസസ് കുറവാണ്. ഇവർ പറഞ്ഞതനുസരിച്ച് ഒരു മെയിൻ വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ ഇൻബിൽട്ട് ഫസ്റ്റ് പാർട്ടി ബ്ലോട്ട്വെയർസ് ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. സോ ആവശ്യമില്ലാത്ത മീനിൻ്റെ കുറേ ബ്ലോട്ട്വെയർസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. പിന്നെ പ്രൊസസ്സർ ആൻഡ് റാം മാനേജ്മെൻറ്റിലും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്നാണ് ഷവോമി പറയുന്നത്. എന്തായാലും ഔട്ട് ഓഫ് ദ ബോക്സ് ആ ഒരു എന്താ പറയുന്നത്, ഫസ്റ്റ് പാർട്ടി ബ്ലോട്ട്വെയർ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചർ ഉണ്ടല്ലോ, അത് കിട്ടത്തില്ല. സോ ഔട്ട് ഓഫ് ദ ബോക്സ് അത് വരുന്നില്ല. അത് പിന്നീട് ഒരു OTA അപ്ഡേറ്റിൽ വരുള്ളൂ. സോ ഫസ്റ്റ് ഔട്ട് ഓഫ് ദ ബോക്സ് നിങ്ങൾക്ക് ബ്ലോട്ട്വെയർസ് ഒന്നും എടുത്ത് കളയാൻ പറ്റില്ല. വേറെ ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചിലപ്പോൾ കാണാൻ കഴിയുമായിരിക്കും, എനിക്കറിയില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് റെഡ്മി നോട്ട് 10Sൻ്റെ ക്യാമറ സെറ്റപ്പ് നോക്കാം. നോട്ട് 10Sലും ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്, പക്ഷേ അതിൽ 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. ഇവിടെ 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സെൽഫി ക്യാമറ എക്സാക്ട്ലി സെയിം ആണ്. 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് രണ്ട് ഫോൺസിലും വരുന്നത്. സോ 64 മെഗാ പിക്സലിൻ്റെ f1.8 ലെൻസ് ഉള്ള ക്യാമറയാണ് അതിൽ വരുന്നത്. അതിനോടൊപ്പം തന്നെ നോട്ട് 10Sൻ്റെ ക്യാമറ UI കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 10ലുള്ള എക്സാക്ട്ലി സെയിം സ്റ്റീരിയോ സ്പീക്കേഴ്സ് നോട്ട് 10Sലും വരുന്നുണ്ട്. നോട്ട് 10ലുള്ള എക്സാക്ട്ലി സെയിം ഹെഡ്ഫോൺ ജാക്ക് അതിലുണ്ട്. ഇനി സൗണ്ട് ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല, അത് ഫോൺ കയ്യിൽ കിട്ടിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി സെയിം സെറ്റപ്പാണ്, സെയിം ഓഡിയോ സെറ്റപ്പാണ് നോട്ട് 10Sലും വരുന്നത്. ബാറ്ററി ആൻഡ് ചാർജിങ് സെറ്റപ്പ് എക്സാക്ട്ലി സെയിം ആണ്. നോട്ട് 10Sലും 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അതിലും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്. IR ബ്ലാസ്റ്ററിൻ്റെ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. FM റേഡിയോ, ജൈറോസ്കോപ്പ് സെൻസർ എല്ലാം വരുന്നുണ്ട്. ആ പോയിന്റ് ഓഫ് വ്യൂന്ന് ഇഷ്യൂ ഒന്നുമില്ല. റെഡ്മി നോട്ട് 10Sൻ്റെ 6GB 64GB പ്രൈസ് ആണ് 14,999. 6GB 128GB പ്രൈസ് ആണ് 15,999. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ പ്രൈസ് പോയിന്റ് ആണ്, സ്പെഷ്യലി 6GB 128GB. 15,999 ആണ് 6GB 128GB പ്രൈസ്. ഈ പ്രൈസിൽ നമുക്ക് 6GB 64GB മേടിക്കാം റെഡ്മി നോട്ട് 10 പ്രോയിൻ്റെ.
ഒരു കോമൺ സെൻസ് ഉള്ള ഒരാൾ എന്തായാലും നോട്ട് 10 Pro ആണ് എടുക്കാൻ പോകുന്നത്. എന്തിനാണ് നോട്ട് 10 എടുക്കുന്നത്? നോട്ട് 10 Proയിൽ എല്ലാം മികച്ച ഫീച്ചറാണ് വരുന്നത്. ദി ബെസ്റ്റ് ഓൾറൗണ്ട് ഫോണാണ് റെഡ്മി നോട്ട് 10 Pro. ഇപ്പം ബെസ്റ്റ് ഓൾറൗണ്ട് മിഡ് റേഞ്ച് ഫോണാണ് റെഡ്മി നോട്ട് 10 Pro. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ 6GB 128GB അവർ 15,999 ഇറക്കിയാലും. സോ മിക്കവാറും ഇനി നോട്ട് 10 Proൻ്റെ 6GB 64GB വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇതുവരെ വന്നിട്ടില്ല, ഇനി ചിലപ്പം വരില്ല. അത് വന്നാൽ പിന്നെ ഇതാരും മേടിക്കില്ലല്ലോ. സോ എനിക്കറിയില്ല എന്താണ് സെറ്റപ്പ്, ലേശം ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. ഈ ഫോണിൻ്റെ മെയിൻ ഉദ്ദേശം, റെഡ്മി നോട്ട് 10 മെയിൻ ഉദ്ദേശം റിയൽമി 8 കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. സോ റിയൽമി 8 എക്സാക്ട്ലി സെയിം സംഭവമാണ്. 6.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്, അതിലും G95 വരുന്നുണ്ട്, എക്സാക്ട്ലി സെയിം ബാറ്ററി, ഓൾമോസ്റ്റ് സെയിം ചാർജിങ്. ഇവിടെ 30 വാട്ടാണ്, റിയൽമി 8 30 വാട്ടാണ്, ഇവിടെ 33 വാട്ടാണ് നോട്ട് 10 ആ ഒരു വ്യത്യാസമുണ്ട്. ക്യാമറ സെറ്റപ്പും സെയിം ആണ്, 64 മെഗാ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് രണ്ടിലും വരുന്നത്. സോ ക്യാമറ പ്രോസസ്സിങ്ങിൽ ചിലപ്പോൾ വ്യത്യാസം കാണും, പക്ഷേ സ്പെസിഫിക്കേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി സെയിം ആണ്. സോ ഈ രണ്ട് ഫോൺസും കോമ്പറ്റീറ്റേഴ്സാണ്. കുറച്ചും കൂടി ബെറ്റർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്നത് തീർച്ചയായിട്ടും റിയൽമി 8 റിയൽമിയുടെ സോഫ്റ്റ്വെയർ ഓപ്റ്റിമൈസേഷൻ മച്ച് ബെറ്റർ ആണ്, ഈവൻ ഗെയിമിംഗ് ഓപ്റ്റിമൈസേഷനും ബെറ്റർ ആയിരിക്കും. ഈ രണ്ട് ഫോൺസിൻ്റെ ഡിസ്പ്ലേ 60 Hz ഡിസ്പ്ലേ ആണ്, പക്ഷേ റിയൽമി 8 ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്, ഇവിടെ നോർമൽ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ്. പക്ഷേ ഡിസൈൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ റെഡ്മി നോട്ട് 10 ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ, ക്ലീൻ ക്ലാസി ലുക്കാണുള്ളത്. രണ്ടിൻ്റെ ബാക്കിലും പ്ലാസ്റ്റിക് ആണ്. സോ അതാണ് എൻ്റെ ഒരു ഫീഡ്ബാക്ക്. ബാക്കി നിങ്ങളുടെ ഒരു കമൻറ്റ്, നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.